ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് "Am I the hindrance?" തടയുന്നത് ഞാനോ? ഇതാണ് ഇന്നത്തെ മെസ്സേജിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. തടയുന്നത് ഞാനോ? ഞാനാണോ തടയുന്നത്? Am I the hindrance? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഇത്. സ്തോത്രം. ആധാരമായിട്ട് ഒരു വേദവാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 17:17. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നുത്തരം പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു പലരോടെങ്കിലും ഇന്നത്തെ മെസ്സേജ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ എന്നതിനെ പറ്റിയിട്ടാണെന്ന് ഞാൻ പറയുകയുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. അത് ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, നമ്മളൊരു പ്രത്യേക വിഷയം വരുമ്പോൾ നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ വിഷയമല്ല ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ കൾച്ചർ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. വളരെ ഹല്ലേലൂയ. ഈ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കാരണം ഇതാണ്. കഴിഞ്ഞ 29-ാം തീയതി 28-ാം തീയതി രാത്രി ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ 29-ാം തീയതി ഉപവാസത്തോടും പ്രാർത്ഥനയോടെയും ആയിരിക്കണം എന്ന ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതിന് ഒന്ന് നമ്മുടെ കൺവെൻഷനായിരുന്നു. 29-ന് കൺവെൻഷൻ തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അത് പിന്നെ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു. അതൊരു പേഴ്സണലാണ്, എൻ്റെ അല്ല, എന്നെ അറിയുന്ന ഒരു ആളുടെ ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കണം എന്നുള്ള താല്പര്യത്തോടെ ഞാൻ അന്ന് ഉപവാസം പറഞ്ഞു. പിറ്റേ ഉപവാസത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഉടനെയുള്ള ഒരു മോർണിംഗ് ഇതുണ്ട്, അല്പസമയം ദൈവവുമായിട്ട് വളരെ ചുരുക്ക സമയം. നിങ്ങൾ വിചാരിക്കരുത് ഈ പാസ്റ്റർ ഭയങ്കര ഭക്തനാണല്ലോ, ഭയങ്കര ഒന്നുമല്ല. ഒരു അല്പസമയം ദൈവത്തോടൊന്ന് ചില കാര്യങ്ങളൊന്ന് സംസാരിക്കും, അപ്പനോട് പറയുന്ന പോലെ സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് ദൈവം തന്ന ഒരു ആലോചനയാണ് ഞാൻ ഇന്ന് മെസ്സേജായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. സ്തോത്രം, ആമേൻ. ഞാൻ പറഞ്ഞല്ലോ അന്ന് ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ. സ്തോത്രം. ഞാൻ എന്നോട് സംസാരിച്ച വിഷയമെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം ഇതിൻ്റെ പാസേജിൽ തന്നെയുള്ള 17-ാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 17-21 വായിച്ചിട്ട്. മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, 21-ാം വാക്യം, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അപ്പോൾ ഇതാണ് ആ വാക്യമാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ബ്രാക്കറ്റിലാണ് പല ബൈബിളിലും കൊടുത്തിരിക്കുന്നത്. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളെല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അധികവും അങ്ങനെയാണ്. അതായത് ഒരു വിഷയം വരുമ്പോൾ ചില വിഷയങ്ങളുണ്ട്, ഇതാണ് അതിനൊരു ബേസുണ്ട്. അതായത് പല വിഷയങ്ങളും അത് ചിലപ്പോൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ എന്തുണ്ടാകത്തുള്ളൂ, അതിനെ മാറ്റം വരത്തുള്ളൂ എന്നുള്ളത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. എന്നാലേ ദൈവം എന്നോട് സംസാരിച്ചത് അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊരു മെസ്സേജ് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നമുക്ക് അതിനെ ആധാരമായിട്ട് നമുക്ക് വായിക്കാം. അതിൻ്റെ 17-ാം അധ്യായം തന്നെ, അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള ആ പാസേജ് മുഴുവൻ ഒന്ന് വായിച്ചാട്ടെ. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ, ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുൻപാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും,
അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നീട് ഉണ്ടായ കാര്യമാണ് നമ്മൾ ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം ഒരു പാസേജിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന് ശേഷമാണ് ഉണ്ടായതിനു ശേഷമാണ് യേശു പറഞ്ഞത്, ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ അതിനെ പുറത്താക്കി കൂടാത്തത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. പിന്നെ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന്. അപ്പോൾ നമുക്ക് ഒരു ചിന്ത പെട്ടെന്ന് വരുന്നത്, ചില വക ദിസ് കൈൻഡ് അല്ലേ, ഈ ജാതി എങ്ങനെയാണെന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മാറിപ്പോകത്തില്ല. അപ്പം നമ്മുടെ ചിന്ത വരുന്നത് അതെന്താ? അപ്പം ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാം സകലത്തെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്, അവനാണ്. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചാലും അല്ലേ, ഞാൻ ഉപവസിച്ചാലും ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പ്രവൃത്തിയും ചെയ്യുന്നത് ആരാണ്? യേശുവാണ്. ഇനിയിപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ ഇനി പറ്റാത്തത് ഞാനും കൂടെ ഒന്ന് സഹായിക്കേണ്ടി വരുമോ യേശുവിനെ, ദൈവത്തെ? നമുക്ക് വായിക്കാം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32:17. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. അപ്പോൾ ദൈവത്തെ കൂടാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പറയുന്നത് ഇത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ചില ജാതി നീങ്ങിപ്പോകത്തില്ല? അപ്പോൾ അതിന് ഞാൻ എന്തോ ചെയ്യണം? അപ്പോൾ ഈ മൂന്നാമത്തെ ആദ്യത്തെ ഒരു ചിന്ത, നമുക്ക് ദൈവത്തിന് ഒന്നും അല്ലേ, ദൈവത്തിന് പറ്റാത്തതുണ്ടോ? ഒന്നും പറ്റാത്തതില്ല, ദൈവം പറഞ്ഞു. രണ്ടാമത് അവന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് മറ്റൊരു ചിന്തയുണ്ടാകാം, അതായത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട്, നമ്മൾ കുറച്ചും കൂടി സ്പിരിച്വലായിട്ട് ചിന്തിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ഞാനും ആ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി എൻ്റെ ഇഷ്ടം കണ്ട ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ബ്രദർ, അല്ലെങ്കിൽ ഒരു മകൻ, ഒരു മകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഒന്ന് ഹീലാക്കിയേക്കാം. മനസ്സിലായില്ലേ? ഇതാണോ യേശു ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് എന്നോട് ഉപവാസിച്ചാലും പ്രാർത്ഥനയാലുമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാൻ എന്താ കാരണം? അപ്പോൾ ഇതിലെന്തെങ്കിലും ആണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു അവിടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞതിൻ്റെ കാര്യം, ഇറ്റ് ഈസ് നത്തിങ് അബൌട്ട് ദ ഇഷ്യൂ, ഇറ്റ് ഈസ് അബൌട്ട് യു ആൻഡ് മീ. ഹല്ലേലൂയ. യേശു അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് വിചാരിക്കും ഇത് പിശാചിൻ്റെ അല്ലെങ്കിൽ മറ്റതാ അല്ലെങ്കിൽ കുറച്ചിതാ, അതുകൊണ്ടായിരിക്കുമോ ഇവിടെ യേശു പറഞ്ഞത്? അല്ല. ഇവിടെ പറഞ്ഞ ആ പാസേജ് മുഴുവനും വായിച്ചാൽ നമുക്കറിയാം യേശു അവിടെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? യു നീഡ് ടു ഇംപ്രൂവ്. എന്നാൽ ഇത് വെച്ചിട്ടാണ് പലരും ചില വിഷയങ്ങൾ ഉപവാസത്താലും പ്രാർത്ഥനയാലല്ല നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ചെയ്യുന്നത്, ഇഷ്യൂവിനെ പിടിച്ചിട്ട് ഇതൊരു ഭയങ്കര ഇഷ്യൂ ആണ്, നമ്മൾ എന്ത് ചെയ്യണം, ഉപവസിച്ചും പ്രാർത്ഥിച്ചും അതിനെ നീക്കിക്കളയണമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. തിങ്സ് ആർ എ ബിറ്റ് ഡിഫറെൻറ്റ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കാര്യം ഇതാണ്, സ്തോത്രം, യു മസ്റ്റ് ചേഞ്ച്, ഐ മസ്റ്റ് ചേഞ്ച്. ഹല്ലേലൂയ. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്തോത്രം. അവിടെ ആയിരിക്കുന്ന ക്രൗഡ് അല്ലെങ്കിൽ കൂട്ടം ആരൊക്കെയാണ്? അവിടെ ആ ബോയുടെ ഫാദറുണ്ട് അല്ലേ, പിന്നെ ബോയുണ്ട്, പിന്നെ ഡിസൈപ്പിൾസ് ഉണ്ട്, പിന്നെ യേശു ഉണ്ട്. അതല്ലാതെ പിന്നെ ആരുണ്ട്? ദ ക്രൗഡ്, ജനക്കൂട്ടം അവിടെയുണ്ട്. അവരോടാണ് യേശു ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഹല്ലേലൂയ. അവരോടാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തെക്കുറിച്ച് ആദ്യം യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സ്തോത്രം. നമ്മൾ അത് ഒന്നുകൂടെ നമുക്ക് ആ പാസേജ് ചുരുക്കമായിട്ടൊന്ന് വായിക്കാം. ചുരുക്കമല്ല, ചില വാക്യങ്ങൾ. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാൽ, അത് 2-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു.
ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല. ഉണ്ടായ സംഭവം നമുക്കറിയാമല്ലോ, സാധാരണ സംഭവിക്കുന്നൊരു സംഭവമാണ് അവിടെ, അല്ലേ? കൊണ്ടുവന്നു, അവർക്ക് എന്ത് പറ്റിയില്ല? അവന് സൗഖ്യം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ യേശു പറയുന്നു എന്തെന്ന്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. അപ്പോൾ ഈ തലമുറ ആരാണ്? ഈ തലമുറയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടർ. ആരൊക്കെയാണ്? അവിശ്വാസവും ആ പിതാവ്, ആ മകൻ്റെ അപ്പൻ, മകൻ, പിന്നെ അവിടുത്തെ ക്രൗഡ്, അല്ലേ? അവരെ ഉദ്ദേശിച്ചാണ് യേശു എന്ത് പറഞ്ഞത്? എന്താ പറഞ്ഞ വാക്യം? അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്നിരിക്കുന്ന കൂട്ടത്തെ നോക്കിക്കൊണ്ടാണ് യേശു പറയുന്നത്. അതിൽ അപ്പനുണ്ട്, മകനുണ്ട്, ശിഷ്യന്മാരുണ്ട്, ക്രൗഡുണ്ട്. ഇവരെ കൂട്ടിയിരിക്കുന്ന വെച്ച് പറയുകയാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. ഒന്ന് അൺബിലീവിങ്. അവിടെ ഇരിക്കുന്ന ജനം ആരാണെന്നാണ് പറയുന്നത്? അവർക്ക് അൺബിലീഫാണ് അവരുടെ ഉള്ളിൽ. സ്തോത്രം. ഈ ജനത്തിൻ്റെ ഉള്ളിൽ അൺബിലീഫാണ് നിറഞ്ഞിരിക്കുന്നത്. ആ തലമുറയെ മൊത്തമായിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്, അൺബിലീവിങ് ജനറേഷൻ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെർവേർട്ടഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഈ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് കോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, കോട്ടം നല്ല കോട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ട്രൂനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ് ക്വാളിറ്റി ഇല്ല, കുറച്ച് എന്താ പറയുക, അല്പം തകരാറിലാണ്, അല്ലേ? കോട്ടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതിന് കാര്യം ഇത്രയേ ഉള്ളൂ, മിസ്ലെഡ് അതിൻ്റെ ആധികാരിക ഭാഷയിൽ വന്ന്, അതായത് നല്ല ഒരു ഗൈഡൻസ് കിട്ടാത്തതായ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇത് കേട്ടപ്പാടെ തന്നെ, ഈ വിഷയം കേട്ടപ്പാടെ തന്നെ യേശു പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ ശരിയാക്കി തരാം, നിങ്ങളൊന്നും മിണ്ടാതെ. ഇതൊന്നുമല്ല യേശു പറയുന്നത്. ഇത് കേട്ടപ്പാടെ തന്നെ യേശുവിൻ്റെ ഉള്ളിൽ എന്താണ്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. ഇതാണ് യേശു ആദ്യം പറയുന്നത്. അത് പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് അവിശ്വാസവും ഇല്ല, കോട്ടമൊക്കെയുള്ള തലമുറയാണ്, അങ്ങനെയല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞ അടുത്ത കാര്യം എന്താണ്? ഹി വാസ് സോ ആങ്ഷ്യസ്, ഹി വാസ് സോ അൺഹാപ്പി, അല്ലേ? എന്താ പറഞ്ഞത്? ഞാൻ എത്രത്തോളം നാൾ നിങ്ങളോടുകൂടെ ഇരിക്കും. പിന്നെ പറഞ്ഞെന്താ? ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. ഹല്ലേലൂയ. ചില ഇംഗ്ലീഷിൽ വേറെ പരിഭാഷയാണ്, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആധികാരിക ഭാഷയിൽ നോക്കിയപ്പോൾ ഹല്ലേലൂയ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. ഹൗ ലോങ് ഐ വിൽ ബി പേഷ്യൻ്റ് വിത്ത് യു, ഹൗ ലോങ് ഐ വിൽ ബെയർ യു. നമ്മൾ പറയത്തില്ലേ, എനിക്കിത് സഹിക്കാൻ മേലാന്ന് പറയത്തില്ലേ? ഹല്ലേലൂയ. ആരെയാ പറഞ്ഞത്? ദ ക്രൗഡ്. ആരാണ് ക്രൗഡ്? അപ്പൻ, മോൻ, ഡിസൈപ്പിൾസ്. ഹല്ലേലൂയ. ക്രൗഡും ഉണ്ട്. അപ്പോൾ പറയുകയാണ്, ഈ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത്രത്തോളം അവന് വിഷമം തോന്നിയത്? എന്തുകൊണ്ടായിരിക്കും? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു അത്ര നിരാശയോടെ പറഞ്ഞത്? ഹല്ലേലൂയ. ഒന്ന്, ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തൊക്കെയായിരിക്കും. ഒന്ന്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവുകയാണ്, അല്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ഇത്രയും നാൾ അവരുടെ കൂടെ നടന്നതാ, ഞാൻ ഇത്രയും നാൾ അവരെ പഠിപ്പിച്ചതാ, ഇത്രയും നാൾ പ്രസംഗിച്ചതാ. ഇപ്പോൾ അവർക്ക് അതൊന്നും ഓർമ്മയില്ല, അപ്പം തിന്നതൊക്കെ ഓർമ്മയുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവുകയാണ്. അതല്ലേ യേശു പറഞ്ഞത്, ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഐ എം ഗോയിങ് ടു ലീവ് സൂൺ. രണ്ടാമത്തെ കാര്യം എന്താണ്? ദേ ഡിഡ് നോട്ട് ലേൺ. ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, അല്ലേ? എന്തിനാ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ഐ ടോട്ട് ദം, I showed them something and you still haven't learned. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എത്രത്തോളം നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പറയത്തില്ലേ, നമ്മൾ പറഞ്ഞൊരു ഒരു മകൻ, എൻ്റെ അപ്പൻ എന്നോട് പറയുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. എടാ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞടാ, എന്താ നീ ഇങ്ങനെ, ഞാൻ എത്ര നാൾ പറയുമെന്ന് എഴുതിയിട്ടാണ് നീ ഇരിക്കുന്നത്. എൻ്റെ കണ്ണടയ്ക്കാറായി. എൻ്റെ അപ്പൻ ഓൾറെഡി ദേവസ്വത്തിൽ പോയെന്ന് വിചാരിക്കുന്നു കേട്ടോ, ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നു, യേശു അതുപോലെ സംസാരിക്കുന്നത്.
എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കും? കാരണം അവരെ പഠിപ്പിച്ചിട്ടും അവർക്ക് പഠിച്ചില്ല. മൂന്നാമതൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. എന്താണ്? യേശു 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചേ. ഇപ്പൊ 17 ആയല്ലോ. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറുപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. അവർക്ക് മുന്നേ അധികാരവും ഒക്കെ കൊടുത്ത് അയച്ചതാ. ശിഷ്യന്മാരെ പറ്റി പറയുകയാണെങ്കിൽ സ്തോത്രം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോവുകയാണ്, ഞാൻ ഇവരെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെയാണ് യേശുവിനെ ആങ്ഷ്യസ് ആവാൻ കാരണം. മാത്രമല്ല നമുക്കറിയാം, ഇത് കഴിഞ്ഞപ്പോൾ ഇതിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ യേശു അവനെ പുറത്താക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എന്താ ചെയ്തതാ? യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ അപ്പോൾ തന്നെ അവന് സൗഖ്യം വന്നു. ഈ ഭൂതത്തിൻ്റെ പ്രശ്നമല്ല അവിടെ. ഭൂതം അപ്പോൾ തന്നെ യേശു പറഞ്ഞു. ഇപ്പം ഭൂതത്തിന് വലിയ പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ യേശു പറയത്തില്ല, അയ്യോ ഞാൻ എത്രത്തോളം നാളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എത്രത്തോളം ഞാൻ അല്ലേ എന്താ പറയുക, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. ഹല്ലേലൂയ. യേശു അവരെ അധികാരപ്പെടുത്തിയതാ. അത് എന്നെയും നിങ്ങളെയും പറ്റിയാ പറയുന്നത്. അവിടെ കൂടിയ ജനത്തെ പറ്റിയാ യേശു പറയുന്നത്, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. കാരണം നമ്മുടെ വിചാരം ഈ വിഷയം ആ പ്രശ്നമെന്നാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ മുഴുവൻ ക്രിയകളും. എന്നാൽ വിഷയമല്ല ദൈവമക്കളെ. പ്രശ്നം ഇവിടെ വിഷയമല്ല, വിഷയം ഇവിടെ ഞാനും നിങ്ങളുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം. അതിൻ്റെ എന്താണ് ഞാനും നിങ്ങളെന്ന് പറയാൻ കാരണം, ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് പിന്നെ യേശുവിൻ്റെ അടുക്കൽ പോയി. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ അത് എന്നെയും നിങ്ങളെയും കുറിച്ചാണ് അല്ലേ. മറ്റത് ക്രൗഡുണ്ട്, ഒന്നും അറിയാത്ത അപ്പനുണ്ട് അല്ലേ, ബലഹീനനായ മകനുണ്ട്. സ്തോത്രം. പിന്നെ ഹല്ലേലൂയ ആ ക്രൗഡും ഉണ്ട്. എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യം 19 മുതൽ 21 വരെയുള്ളത് ആരോടാ? ശിഷ്യന്മാരോടാ. കാരണം ശിഷ്യന്മാർക്കാണ് അറിയണ്ടേ എന്താ പ്രശ്നം പറ്റിയത്, നിങ്ങൾക്ക് എന്താ ഹീൽ ചെയ്യാൻ പറ്റാതെ. വായിച്ചോട്ടെ. പിന്നെ ശിഷ്യന്മാർ സൗകര്യമല്ല. ഞാൻ ഇടയ്ക്ക് തെറ്റ് പറയുന്ന പോലെ ഇപ്പോൾ ചേച്ചിയും പറയാൻ തുടങ്ങി. അല്ല, ചേച്ചിയല്ല, സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അപ്പൊ എന്തായിരുന്നു അവിടുത്തെ കാര്യം? ഭൂതത്തിന് കൊമ്പുള്ളതായിരുന്നോ? അല്ല. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ അവിശ്വാസമായിരുന്നു കാരണം. ഹല്ലേലൂയ. അടുത്ത വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നമ്മളൊക്കെ വിചാരം ഞാനൊക്കെ അത്യാവശ്യം വിശ്വാസമൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ടല്ലേ എനിക്ക് വിശ്വാസി എന്നൊക്കെ പേര് കിട്ടിയത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അതപ്പോൾ ഇതൊക്കെ പറഞ്ഞ കുഴപ്പമില്ല. എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഈ വാക്യം പറഞ്ഞതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് ഇതൊക്കെ ബൈബിളിൽ പലതും പറയും. അതൊക്കെ എല്ലാം കൂടെ നോക്കിയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതല്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇത്ര നാൾ നടന്നിട്ട്, ഞാൻ ഹല്ലേലൂയ നിങ്ങളെ സ്തോത്രം പഠിപ്പിച്ചിട്ട്, ഞാൻ നിങ്ങളെ എംപവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം വന്നിട്ടില്ല. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാ. വലിയ വിശ്വാസിയാണെന്ന് വിചാരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എൻ്റെയും ചിലത് നമ്മുടെ മധ്യത്തിൽ നടന്നിട്ടില്ല എങ്കിൽ, ചിലത് സംഭവിക്കുന്നില്ല എങ്കിൽ ആ സംഭവത്തിൻ്റെ വലിപ്പമല്ല കാരണം എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം ഒരു കടുകുമണിയുടെ ആ സൈസെങ്കിലും എത്തിയിട്ടില്ല. ശിഷ്യന്മാരോട് പറയുന്നത് എന്താ? എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് സാധ്യമാകാഞ്ഞതിൻ്റെ കാരണം നിങ്ങളുടെ വിശ്വാസം ഒരു കടുകുമണിയുടെ സൈസ്. കടുകുമണി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. അത്ര എത്തിയിട്ടില്ല. അത്ര എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂതമല്ല, ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറുമെന്നാ പറഞ്ഞ്. വിശ്വാസം പോരാ. ഹല്ലേലൂയ.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിലെ മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഒന്ന് കൂട്ടണം. അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞ കാര്യം എന്താ? ഇവിടെ നമുക്ക് പലപ്പോഴും അല്പം ഒരു ആശ്വാസം കിട്ടുന്നത് അത് കുറച്ച് വലുപ്പം കൂടിയ കാര്യമാണ്. വായിച്ചട്ടെ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. ഒന്നും അസാധ്യമാകില്ല. അടുത്തത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ അതെ, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. എന്തിനാ ഈ പ്രാർത്ഥനയും ഉപവാസവും? അപ്പോൾ ഹല്ലേലൂയ, യേശു പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അൺബിലീവിങ് ആൻഡ് പെർവേർട്ടഡ്, മിസ്ലെഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് അവരുടെ തോട്ട്. യേശു പറഞ്ഞത് അതാ, പെർവേർട്ടഡ് ജനറേഷൻ. അതായത് യേശുവുമായിട്ട് കറക്റ്റ് ബന്ധത്തിലല്ല, മിസ്ലെഡ്. അവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടായേക്കാം, ദേ മേ ബി ബിലീവിങ്. എന്നാൽ എന്തു പറ്റിയില്ല? അവർക്ക് യേശുവുമായി അലൈൻമെൻറ്റ് പോരാ. അല്ലേ, കോട്ടം സംഭവിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അൺബിലീവിങ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ. നിങ്ങൾക്ക് വിശ്വാസവും പോരാ, കടുകുമണിയോളം പോലും എത്തിയിട്ടില്ല. രണ്ടാമത്തെ ഒരു വിഷയം ഇതാണ്. ഹല്ലേലൂയ, പെർവേർട്ടഡ്. സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മൾ വക്രത അല്ലേ, അവിശ്വാസം, കോട്ടമുള്ള തലമുറയായിട്ട് മാറുകയാണ് നമ്മുടെ കോട്ടം. ഈ കോട്ടം നമ്മൾ എന്തോ ചെയ്യണം? സ്ട്രെയിറ്റൻ ചെയ്യണം. സ്തോത്രം. ഇത് സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ. ചിലത് നമുക്ക് വിശ്വാസം മാത്രം പോരാ. അതാ യേശു പറയുന്നത്. നിങ്ങൾക്ക് ചിലത് മാറണമെങ്കിൽ, ചില വിഷയങ്ങൾ മാറണമെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് വിശ്വാസവും വേണം. മാത്രവുമല്ല യേശുവുമായുള്ള ബന്ധം ഏറ്റവും ദൃഢമായിരിക്കണം. ഹല്ലേലൂയ. യേശുവുമായുള്ള ബന്ധം. ചിലത് നടക്കാത്തതിൻ്റെ കാരണം അതാ. നമ്മുടെ ചുറ്റും ചില നടക്കാത്തതിൻ്റെ കാരണം ഒന്ന്, എൻ്റെ വിശ്വാസം കടുകുമണിയോളം എത്തിയിട്ടില്ല. രണ്ട്, ഹല്ലേലൂയ, എൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല. ദൈവവുമായിട്ടുള്ള എൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല. ഹല്ലേലൂയ, കോട്ടം സംഭവിച്ചിട്ടുണ്ട്. പെർവേർട്ടഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ് 15-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്താ വായിച്ചേ? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ എന്തുണ്ടാകും? അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കും ചെയ്യാം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആ കുട്ടിയെ പിതാവ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് പറ്റിയില്ല. എന്നാൽ യേശു വളരെ നിസ്സാരമായിട്ട് ആ ഭൂതത്തെ ശാസിച്ചു, അതിനെ പറഞ്ഞു വിട്ടു. എന്തുകൊണ്ട്? ഹല്ലേലൂയ, പറ്റിയില്ല. കാരണം നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്ന അവസ്ഥ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ചില ജാതികൾ മാറണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വേണം. ആമേൻ. ദ അലൈൻമെൻറ്റ് വിത്ത് ഗാഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള അലൈൻമെൻറ്റ് നമുക്ക് വേണം. സ്തോത്രം. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്ത്? യേശു പറയുകയാണ്, ബോയിയെ പിതാവ് കൊണ്ടുവന്നു, നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് ഉപവസിക്ക്. അല്ലേ, നീ പോയിട്ട് 2 ആഴ്ച ഉപവസിക്ക്, എന്നിട്ട് വാ. അങ്ങനെയാണ്, അതാണ് യേശു ഉദ്ദേശിച്ചത്. അല്ല, വി മസ്റ്റ് ബി റെഡി അറ്റ് ഓൾ ടൈം. ഒരു ബോയ് വരുമെന്നോ ഇല്ലെന്നോ ഉള്ള നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം നീ എപ്പോഴും വിശ്വാസം കടുകുമണിയോളമെങ്കിലും വിശ്വാസത്തിലും അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള നല്ല ഐക്യത്തിലും നീയും ഞാനും ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്.
അപ്പോൾ യേശു പറഞ്ഞപ്പോൾ ചിലത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു കാരണം ബോയ് അപ്പോഴാണ് വരുന്നത്, ഈ ഭൂതം ഉള്ളത് അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ ഭൂതം കണ്ടപ്പോൾ ഇത് ചിലപ്പോൾ ഫാസ്റ്റിങ്ങും പ്രയറും ആണെന്ന് വിചാരിച്ചിട്ട് ഒരു മിനിറ്റ് നിൽക്കട്ടെ, ഞാൻ പോയി ഫാസ്റ്റ് ചെയ്തിട്ട് വരാമെന്നല്ല പറയുന്നത്. യേശു പറയുന്നത് ചിലത് ഫാസ്റ്റിങ്ങിലും പ്രയറിലും മാത്രമേ പോവത്തുള്ളൂ, പക്ഷേ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിരിക്കണം. ഹല്ലേലൂയ. ഈ അലൈൻമെൻറ്റ് ഇല്ലെങ്കിൽ ബോയ് വരുമ്പോൾ നിൽക്ക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വരാൻ പറയും. യേശു അവരെ ശാസിച്ചു. യേശുവിന് സങ്കടമായി. കാരണം യേശു അവരിൽ അത് പ്രതീക്ഷിച്ചിരുന്നു. എന്ത്? ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തി അവർ വിശ്വാസത്തിലും അലൈൻമെൻറ്റിലും അവർ ചേർന്ന് വന്നിരുന്നു എന്ന് യേശു അത് ധരിച്ചത് കൊണ്ടാണ് യേശുവിന് അവിടെ വിഷയമായത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുന്നത് എന്താണ്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ല ചില ജാതികൾ മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു കാര്യം കാണുമ്പോൾ ഉപവസിക്കാനല്ല, ഒരു കാര്യം കാണുമ്പോൾ പ്രാർത്ഥിക്കാനല്ല. സ്തോത്രം. യേശു പറഞ്ഞതിൻ്റെ കാര്യം, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ഒരു കൾച്ചർ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഏത് സമയത്തും അങ്ങനെയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് തോന്നും അപ്പോൾ പിന്നെ ഫാസ്റ്റിംഗ് പ്രയർ വേണമെന്നല്ലോ. ബൈബിളിലൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഫാസ്റ്റ് ആൻഡ് പ്രേ എന്നൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെയല്ല. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആണ് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് നേരത്തെ കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നമ്മളെ പ്രിപ്പയർ, പക്ഷേ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാര്യം എന്നെ പ്രിപ്പയർ ചെയ്യാനാണ്, അല്ലാണ്ട് ആ സംഗതി മാറി കിട്ടാനല്ല. മാറി കിട്ടണമെന്നുള്ള ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ വലിപ്പം കൊണ്ടല്ല. സ്തോത്രം. നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. സ്തോത്രം. പിന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും അത് വേണമെന്നുള്ള എന്താ കാരണം ഇതാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറഞ്ഞേ? 2 പേര് ഐക്യമത്യപ്പെട്ടു. അതെന്തിനാ അങ്ങനെ? പ്രാർത്ഥിച്ചാൽ അങ്ങ് പോരെ? നല്ല ലൗഡ് സ്പീക്കറൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? 2 പേര് ഐക്യം. യേശു നോക്കുന്നത് ആ വിഷയത്തിൻ്റെ കാര്യമല്ല. പ്രാർത്ഥിക്കുന്നവൻ എങ്ങനാ? അവൻ ഐക്യമുണ്ടോ? അവൻ ഒരു മനസ്സോടെ. ഇതാ ദൈവത്തിൻ്റെ പ്രാധാന്യം. നമുക്ക് പ്രാർത്ഥനാ ജീവിതം, ഉപവാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാര്യമാണ്. ഒരു പ്രാർത്ഥനയുടെ കൾച്ചർ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ കൾച്ചർ നമ്മിൽ വരട്ടെ. കാര്യം വരുമ്പോൾ അന്നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. ദിസ് മസ്റ്റ് ബി അവർ ഹാബിറ്റ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഞാൻ പറയാം. എനിക്കിത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത് ഹല്ലേലൂയ മനസ്സിലാക്കിയ എനിക്ക് സങ്കടം വന്നുപോയി. കാരണം ഒരുപാട് പേര് ഒരു പക്ഷേ എൻ്റെ വഴിയിൽ മുന്നിൽ വന്ന് കാണണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവന് സൗഖ്യം കിട്ടിയില്ല, അവന് വിടുതൽ കിട്ടിയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നല്ല. ഞാൻ വിചാരിച്ചു ഇത് മാറാത്തതാ, ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കരനാ. എന്നാൽ ദൈവം പറയുന്നു അത് ഭയങ്കരനായിട്ടല്ല. യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ചർച്ചിനോട് പറയുകയാണ്, ലെറ്റ് us have a culture of fasting and prayer. Get ourselves ready in faith and also, hallelujah, hallelujah, in alignment with God. Things will happen in the church, outside church, when he say nothing is impossible. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഒരു വിഷയം നടന്നില്ലെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അത് അവൻ്റെ വിഷയമല്ല, അവൻ്റെ വിഷയം വലുതായതുകൊണ്ടല്ല. എൻ്റെ യേശു പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ റെഡിയായിട്ടില്ല. സ്തോത്രം. എത്ര പേര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ട്? എത്ര പേര് ഉപവസിക്കുവാൻ തയ്യാറുണ്ട്? എനിക്കത് വേണ്ട, ഇതാണോ? അല്ല. ഞാനും നിങ്ങൾ റെഡി. ഒരു വിഷയം വരുമ്പോൾ ഞാൻ വന്ന് നിന്ന് പ്രാർത്ഥിച്ചോളാം, അല്ല. നമ്മുടെ പ്രാർത്ഥന ഹാബിറ്റ് അതല്ല. ദൈവം, യേശു വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ആമേൻ. ഇനി ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞുതരാം. യേശു ആ നമ്മുടെ മോഡൽ, അല്ലേ? യേശു എന്തുകൊണ്ടാണ് ഫാസ്റ്റിങ്ങും പ്രയറും ഉപവാസവും പ്രാർത്ഥനയും എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? കാരണം he wanted to be aligned with Father. അതുകൊണ്ട് ഇനി വായിച്ചാട്ടെ 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്തിനാ അവിടെ പോയത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അവൻ പോയത്.
ഹല്ലേലൂയ. അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ പോയതാ. അതായത് മത്തായിയുടെ സുവിശേഷം 4:1 വായിച്ചേട്ടെ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മത്തായിയുടെ സുവിശേഷം 4:1 പറഞ്ഞ എന്താ? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ അറിയാം ഞാൻ എന്തിനാ പോകുന്നത് എന്ന്. അല്ലേ? എന്തിനാ പോകുന്നത്? പരീക്ഷിക്കപ്പെടുവാൻ. ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തിനാ യേശു മരുഭൂമിയിലേക്ക് പോയത്? എന്താ ആരും മനസ്സിലായില്ലേ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. അതുകൊണ്ട് അവൻ അവിടെ പോയി എന്തോ ചെയ്തു? 40 ദിവസം ഉപവസിച്ചു. കാരണം അവൻ അറിയാം, ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ ഒരു പിശാചിനാൽ ഞാൻ പരീക്ഷിക്കപ്പെടാനാണ് അവിടെ പോകുന്നത്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, നമുക്ക് വിടുതൽ വേണം. ഹല്ലേലൂയ. യേശുവാണ് നമ്മുടെ മാതൃക. അവൻ ഉപവസിച്ചു. ആ സമയത്ത് മുഴുവനും പരീക്ഷിച്ചുകൊണ്ടിരുന്നു, അല്ലേ? കാരണം പക്ഷേ യേശു എന്തിനാ ചുമ്മാ പോയി 40 ദിവസം ഉപവസിച്ചത്? അവന് ഈ 1-ാം വാക്യം അറിയാവുന്നതുകൊണ്ടാ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവിടെ പോകുന്നത് എന്തിനാണെന്നറിയാമോ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുക. നീ എന്തോ ചെയ്യണം? ഫാസ്റ്റ്, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമ്മളും ചെയ്യണം. വിഷയം നമുക്കറിയാമെങ്കിൽ, അതും നമ്മെ പറ്റിയിട്ടാണെങ്കിൽ നാം തന്നെ ഫാസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. നമ്മെ ദൈവം കാണിച്ചു തന്നാൽ ഞാൻ തന്നെ ഫാസ്റ്റ് ചെയ്യണം. യേശു ശിഷ്യന്മാരോട് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യട്ടെ, ഞാൻ ഒന്നുകൂടെ പ്രസംഗിച്ചിട്ട് വരാമെന്നല്ല യേശു പറഞ്ഞത്. ഹല്ലേലൂയ. അത് നമ്മുടെ വിഷയമാണ്. ചില വിഷയങ്ങൾ അങ്ങനെയുണ്ട്, നമ്മളത് ചെയ്യണം. പക്ഷേ ഞാനിവിടെ പറഞ്ഞത് ഒരു കൾച്ചറാണ്. നമ്മുടെ പ്രയറും അങ്ങനെ തന്നെയാണ്. പ്രയർ എന്ന് എന്തിനാണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വിഷയം വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. അല്ലെങ്കിലും ഒരു പ്രാർത്ഥനയുടെ കൾച്ചർ നമ്മളിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. അടുത്തത് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാം? നമുക്ക് ആ ശിഷ്യന്മാർ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്യേണ്ടത്? അവരോട് പറയുകയാണ് യേശു, നിങ്ങൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും നിങ്ങൾ എല്ലാ ജാതിയും നിങ്ങൾക്ക് കീഴ്പ്പഴങ്ങുന്ന രീതിയിൽ നിങ്ങൾ മാറി വരണമായിരുന്നു, അല്ലേ? ചില ജാതി ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മാറത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കത് മനസ്സിലായില്ല. പക്ഷേ യേശു ടീച്ചർ അത് ഒരു എഡ്യൂക്കേഷണലായിട്ട് അവർ പറഞ്ഞു. എന്നാൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാകണം. എന്താ യേശു പറയുന്നത്? ഞാനും നിങ്ങളും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഏത് സമയത്തും റെഡിയായിട്ടിരിക്കണമെന്ന യേശു ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ പറയും, ഞാൻ എത്രത്തോളം നിങ്ങളോട് സഹിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളോട് വേദനിക്കും, ഞാൻ എത്ര നിങ്ങളെ പഠിപ്പിക്കും. നമുക്ക് വേണ്ടത് ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഹല്ലേലൂയ സ്പിരിച്വൽ അലൈൻമെൻറ്റും കറക്റ്റായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനും നിങ്ങളും റെഡിയല്ലാത്തത് കൊണ്ട്, ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടില്ലാത്തതുകൊണ്ട്, ഇത് ദൈവവചനത്തിൻ്റെ സത്യമാണ്. ഞാനും നിങ്ങളും പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട്, ഞാനും നിങ്ങളും ഒരുങ്ങിയില്ലാത്തത് കൊണ്ട് നമ്മുടെ മുന്നിൽ ചിലർക്ക് വിടുതൽ ലഭിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ ചിലർക്ക് ഹല്ലേലൂയ സൗഖ്യം ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ അന്ന് ആ ബോയ്ക്ക് ആ കുട്ടിക്ക് അത് വരാതിരുന്നെങ്കിൽ ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും വിചാരിച്ചു ഞാൻ വലിയ വിശ്വാസിയാണെന്ന്. എന്നാൽ ദൈവവചനം പറയുന്നു, കടുകുമണിയോളം വിശ്വാസം ഇനി ആയിട്ടില്ല. 2, ദൈവമായിട്ടുള്ള അലൈൻമെന്റ് ഇനിയും പോരാ. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള അലൈൻമെന്റ് പോരാ. അതാണെങ്കിൽ ഇനിയും ആയിരക്കണക്കിന് വിടുതലുകൾ നമ്മുടെ ചർച്ചിലൂടെ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയാൻ കാരണം ഒന്നുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ അടുത്താണ്. ഹല്ലേലൂയ. നമ്മൾ ഫാസ്റ്റിംഗ് പ്രെയർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതിനും വേണ്ടി പല പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ഫാസ്റ്റിംഗ് പ്രെയറിലൂടെ നമ്മൾ മറ്റൊരു കാര്യം നേടിയെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും ഹല്ലേലൂയ ജയിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലാകട്ടെ, എൻ്റെ കുടുംബത്തിലാകട്ടെ, എൻ്റെ സഭയിലാകട്ടെ, എൻ്റെ ചുറ്റുപാടുകളിലാകട്ടെ, ഏത് പ്രതിസന്ധിയെയും ജയിക്കുവാൻ തക്കവണ്ണം വിശ്വാസവും യേശുവുമായിട്ടുള്ള ബന്ധവും ഞാൻ ഇതിലൂടെ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ.
എത്ര പേര് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തയ്യാറുണ്ട്? ഇതൊരു അത്ഭുത വിഷയമാകട്ടെ. ഞാൻ പറയട്ടെ, ഇവിടെ നടക്കുന്ന കൺവെൻഷനേക്കാളും ഏറ്റവും അത്ഭുത പ്രവൃത്തി, ആളുകൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും, ആളുകൾ എൻകറേജ് ചെയ്യപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് വെറും ഉപവാസം പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല. നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയും. ഇവിടെ ഹല്ലേലൂയ, ഇന്ന് ലില്ലിയാൻറ്റി പറഞ്ഞു, ഹല്ലേലൂയ 30 ഗ്ലാസ് വെച്ചു, ലില്ലിയാൻറ്റി 29 വെച്ചു, 30 ആകട്ടെ ഞാൻ പറഞ്ഞപ്പോൾ ലില്ലിയാൻറ്റി പറഞ്ഞു അല്ല 35 ആകട്ടെ എന്ന്. ഇന്ന് കർത്തൃമേശ എടുത്തവരുടെ എണ്ണം 35. ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആൻറ്റി പറഞ്ഞു കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ. കൂടുതലല്ല ആൻറ്റി, 35 പേര് ഇന്ന് കർത്തൃമേശ എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച അടുത്ത പ്രാവശ്യം കൂടട്ടെ. ഇവിടെ ജനം വർദ്ധിക്കട്ടെ. അതിന് ജനത്തിൻ്റെ കുറവല്ല, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ കുറവല്ല, ഹല്ലേലൂയ, എൻ്റെയും നിങ്ങളുടെയും പ്രിപ്പറേഷൻ കുറവാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നാം പ്രിപ്പയർ ആകുക. കൺവെൻഷൻ ആളുകൾ വരട്ടെ, പക്ഷേ വന്നവർ അതുപോലെ തിരിച്ചു പോകും. പക്ഷെ അതല്ല വേണ്ടത്. അവർ വരുമ്പോൾ എൻ്റെ മാറ്റത്തെ അവൻ കാണണം. എൻ്റെ ബിഹേവിയർ, ഞാൻ ഫാസ്റ്റിങ്ങും പ്രയറും ചെയ്തതുകൊണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ അപ്രോച്ച്, എൻ്റെ സംസാരം മാറട്ടെ. ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കട്ടെ. അവൻ പറയുന്നു, ഞാൻ ഹല്ലേലൂയ എന്നോട് ചേർന്ന് നിന്നാൽ ഇത് സംഭവിക്കും, ഒന്നും അസാധ്യമായിട്ടില്ല. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമയം അതിക്രമിച്ചു പോയി. സ്തോത്രം. എന്നിൽ മാറ്റം വരണം, നിങ്ങളിൽ മാറ്റം വരണം, കൾച്ചർ മാറണം. സഭ വളരാൻ വേറെ എവിടേക്കും പോകണ്ട. ഹല്ലേലൂയ. കൺവെൻഷൻ ഒന്ന് മതി. കൺവെൻഷൻ ഇല്ലെങ്കിലും സാരമില്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഇത് മതി. നമുക്ക് ക്ലോസ് ചെയ്യാം, പ്രാർത്ഥിക്കാം.